ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ കോർപ്പറേഷനിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2024 ഓഗസ്റ്റ് 17 നടന്ന സെക്രട്ടറിയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള 20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ എക്സ്പെരിമെൻറ്റ്സ് ഓഫ് റോബർട്ട് ഓവൻ വാസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ ലേബർ നോട്ട്സ്, ഓപ്ഷൻ ബി ലേബർ എക്സ്ചേഞ്ച്, ഓപ്ഷൻ സി ഡോക്ട്രൈൻ ഓഫ് സർക്കുംസ്റ്റാൻസസ്, ഓപ്ഷൻ ഡി ലേബർ കോളനി. ഇതിൽ റോബർട്ട് ഓവൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ലേബർ നോട്ട്സും ലേബർ എക്സ്ചേഞ്ചും ലേബർ കോളനിയും എല്ലാം റോബർട്ട് ഓവൻ കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഡോക്ട്രൈൻ ഓഫ് സർക്കുംസ്റ്റാൻസസ്. അടുത്ത ക്വസ്റ്റ്യൻ: Schulze banks are also known as dash banks. Option A rural, option B town, option C city, option D none of these. ഷൂൾസ് ബാങ്കിനെ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ടൗൺ ബാങ്ക്. ഷൂൾസിൻ്റെ ബാങ്കിന് ടൗൺ ബാങ്ക് എന്ന്, പോപ്പുലർ ബാങ്ക്, ഷെയർ ബാങ്ക് അങ്ങനെയെല്ലാം ഷൂൾസിൻ്റെ ബാങ്കിനെ പറയാറുണ്ട്. ഷൂൾസ് ജർമ്മനിയിലെ ഒരു കോപ്പറേറ്ററാണ് ഷൂൾസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റിയിൽ അർബൻ ഏരിയയിലായിരുന്നു അദ്ദേഹം ബാങ്കുകൾ തുടങ്ങിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഡാഷ് വാസ് ദ ചെയർമാൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഓപ്ഷൻ എ ബി വെങ്കിട്ടപ്പൈ, ഓപ്ഷൻ ബി ഗോർവാല, ഓപ്ഷൻ സി ശിവരാമൻ, ഓപ്ഷൻ ഡി സ്വാമിനാഥൻ. ഇതിൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി AIRCR, അതിൽ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ബി വെങ്കിട്ടപ്പൈ ആണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇതിനെ അപ്പോയിൻ്റ് ചെയ്തത്, ഈ റിവ്യൂ കമ്മിറ്റീനെ അപ്പോയിൻ്റ് ചെയ്തത് RBI ആണ്. 1966, 1969 അങ്ങനെയാണ് അതിൻ്റെ വർഷം. 66 അപ്പോയിൻ്റ് ചെയ്തു, 69 അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. പിന്നെ ഗോർവാല എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഗോർവാല എന്ന് പറയുന്നത്. അതിൻ്റെ ഇയർ എന്ന് പറയുന്നത് 1951 കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തു. 54 അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. പിന്നെ ഈ സർവേ കമ്മിറ്റിയിൽ ബാക്കിയുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നവർ DR ഗാഡ്ഗിൽ, വെങ്കിട്ടപ്പൈ, NSR ശാസ്ത്രി, ഇത്രയും പേര് സർവേ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ശിവരാമൻ കമ്മിറ്റി എന്ന് പറയുന്നത് ക്രാഫിക്കാട് കമ്മിറ്റീനെയാണ് ശിവരാമൻ കമ്മിറ്റി എന്ന് പറയുന്നത്. നബാർഡ് എല്ലാം റെക്കമെൻഡ് ചെയ്തത് ക്രാഫിക്കാട് കമ്മിറ്റി, ബി ശിവരാമൻ കമ്മിറ്റിയാണ്. അതും RBI തന്നെയാണ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. സർവേ കമ്മിറ്റീനെയും RBI തന്നെയാണ് അപ്പോയിൻ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ RBI തന്നെയാണ്. ശിവരാമൻ കമ്മിറ്റിയുടെ ഇയർ എന്ന് പറയുന്നത് 1979 ഇതിനെ അപ്പോയിൻ്റ് ചെയ്തത്. 1981 ശിവരാമൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ദ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബേർഡ് സ്പോൺസേർഡ് ബൈ ഡാഷ്. ഓപ്ഷൻ എ NCCT, ഓപ്ഷൻ ബി RBI, ഓപ്ഷൻ സി SBI, ഓപ്ഷൻ ഡി നബാർഡ്. ബേർഡ് എന്ന് പറയുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സ്പോൺസർ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നബാർഡ്. നബാർഡിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബേർഡ് എന്ന് പറയുന്നത്. ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബേർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലക്നൗ ആണ്. ബേർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് NCCT ഈസ് അറ്റ്. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി പൂന, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി കണ്ണൂർ. NCCTയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ന്യൂഡൽഹി. ഇങ്ങനെയുള്ള ഓരോ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഫെഡറേഷൻസിൻ്റെയും എല്ലാം ഹെഡ് ക്വാർട്ടേഴ്സുകൾ മാത്രം എളുപ്പത്തിൽ പഠിക്കാനായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ:
നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷർമാൻസ് കോപ്പറേറ്റീവ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ? ഓപ്ഷൻ എ 1985, ഓപ്ഷൻ ബി 1980, ഓപ്ഷൻ സി 1975, ഓപ്ഷൻ ഡി 1982. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷർമാൻ കോപ്പറേറ്റീവ്സ് എന്നാണ് തുടങ്ങിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1980, 1980. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് വാസ് ഹെൽഡ് ഇൻ ദ ഇയർ ഡാഷ്? ഓപ്ഷൻ എ 1895, ഓപ്ഷൻ ബി 1859, ഓപ്ഷൻ സി 1904, ഓപ്ഷൻ ഡി 1912. ആൻസർ ഓപ്ഷൻ എ ആണ്, 1895. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് കേരള ബാങ്ക് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് ഡാഷ്? ഓപ്ഷൻ എ സെക്രട്ടറി, ഓപ്ഷൻ ബി ജനറൽ മാനേജർ, ഓപ്ഷൻ സി മാനേജിംഗ് ഡയറക്ടർ, ഓപ്ഷൻ ഡി വൈസ് പ്രസിഡൻറ്റ്. കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡെസിഗ്നേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, മാനേജിംഗ് ഡയറക്ടർ, MD ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് റേസ്ഡ് ഫണ്ട് ബൈ? ഓപ്ഷൻ എ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ബി ബോറോയിങ് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഓപ്ഷൻ സി ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, KCARDBയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അവർ ഫണ്ട് റേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടാണത് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് അസോസിയേഷൻ ഈസ് റിലേറ്റഡ് ടു ഡാഷ്? ഓപ്ഷൻ എ ഡെൻമാർക്ക്, ഓപ്ഷൻ ബി USA, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി ഇറ്റലി. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് അസോസിയേഷൻ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്? ഓപ്ഷൻ ബി ആണ്, USA. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് വാസ് ഹെൽഡ് ഇൻ ദ ഇയർ? ഓപ്ഷൻ എ 1957, ഓപ്ഷൻ ബി 1966, ഓപ്ഷൻ സി 1970, ഓപ്ഷൻ ഡി 1960. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1966 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സഹകരണ വീതി ഈസ് ദ മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് ഡാഷ്? ഓപ്ഷൻ എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, ഓപ്ഷൻ ബി നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. സഹകരണ വീതി എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്ലി പബ്ലിക്കേഷനാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ SCUവിൻ്റെ മന്ത്ലി പബ്ലിക്കേഷനാണ് സഹകരണ ജേണൽ എന്ന് പറയുന്നത്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ആണ്. പിന്നെ NCUI നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ്റെ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദ കോപ്പറേറ്റർ, ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ, കോപ്പറേറ്റീവ് ന്യൂസ്, അതെല്ലാം NCUIയുടെ ആണ്, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെയാണ് ഈ പറഞ്ഞ 3 പബ്ലിക്കേഷൻസും. ഓക്കെ, അപ്പം നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഫെഡറേഷൻസിൻ്റെയും പബ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ദ ഷോറൂംസ് ഓഫ് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി? ഓപ്ഷൻ എ സുരഭി, ഓപ്ഷൻ ബി ഹാൻഡെക്സ്, ഓപ്ഷൻ സി ത്രിവേണി, ഓപ്ഷൻ ഡി നീതി. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ ഷോറൂമിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, സുരഭിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫിക്സിംഗ് ദ സെല്ലിംഗ് പ്രൈസ് ലിറ്റിൽ ലെസ് ദാൻ ദാറ്റ് ഓഫ് മാർക്കറ്റ് പ്രൈസ് ഈസ് നോൺ ആസ് ഡാഷ്? ഓപ്ഷൻ എ കൺസ്യൂമർ പ്രൈസിംഗ് പോളിസി, ഓപ്ഷൻ ബി റീറ്റെയിൽ പ്രൈസിംഗ് പോളിസി, ഓപ്ഷൻ സി ആക്റ്റീവ് പ്രൈസ് പോളിസി, ഓപ്ഷൻ ഡി ഷാഡോ പ്രൈസിംഗ് പോളിസി. അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്
മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറച്ചാണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ആക്റ്റീവ് പ്രൈസ് പോളിസിയാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണ് സാധാരണ ഈ ആക്റ്റീവ് പ്രൈസ് പോളിസിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് അവർ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ എമൗണ്ടിൽ, കുറഞ്ഞ രൂപയ്ക്ക് അവരത് സെല്ല് ചെയ്യും. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് പ്രൈസ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് വാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഡാഷ്. ഓപ്ഷൻ എ NCUI, ഓപ്ഷൻ ബി NCDC, ഓപ്ഷൻ സി NCCF, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ICDP പ്രോജക്റ്റ്, ICDP ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് NCDC ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, NCDC. ഇത് ഫസ്റ്റ് ICDP വന്നത് നദിയ ഡിസ്ട്രിക്റ്റ്, വെസ്റ്റ് ബംഗാളിലെ നദിയ ഡിസ്ട്രിക്റ്റിലാണ് ആദ്യത്തെ ICDP പ്രൊജക്റ്റ് വന്നത്, ഇന്ത്യയിൽ ആദ്യത്തത്. നമ്മുടെ കേരളത്തിൽ ആദ്യം വന്നത് വയനാട്ടിലാണ്. കേരളത്തിൽ ആകെ ടോട്ടൽ 5 ICDP പ്രൊജക്റ്റുകളാണ് ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ സെഡ് കോപ്പറേഷൻ ഈസ് എ ക്രൈം വെൻ ദർ ഈസ് നോ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് കോൺഫിഡൻസ്. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി റോബർട്ട് ഓവൻ, ഓപ്ഷൻ ബി റോബർട്ട് ഓവൻ, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി മാൽക്കം ഡാർലിംഗ്. ആൻസർ ഓപ്ഷൻ സി ആണ്, മഹാത്മാഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റാറ്റ്യൂട്ടറി ബോഡി റെസ്പോൺസിബിൾ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് അതർ പ്രോസസ് ഓഫ് ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓപ്ഷൻ എ സെൻട്രൽ മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ, ഓപ്ഷൻ ബി കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ഡി ദ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. SPCS sells their books through their sale depot known as dash. Option A TBS, option B NBS, option C Prabhat Books, option D Deshabhimani Books. SPCS ബുക്സ് സെല്ല് ചെയ്യുന്ന അവരുടെ സെയിൽസ് ഡെപ്പോട്ടിനെ പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, NBS. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ലാംസ്? ഓപ്ഷൻ എ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മൾട്ടിപർപ്പസ് സൊസൈറ്റീസ്, ഓപ്ഷൻ ബി ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഓപ്ഷൻ സി ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് സൊസൈറ്റീസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ലാംസിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരജം ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ മാർക്കറ്റ് ഫെഡ്, ഓപ്ഷൻ ബി കേര ഫെഡ്, ഓപ്ഷൻ സി മത്സ്യ ഫെഡ്, ഓപ്ഷൻ ഡി റബ്ബർ മാർട്ട്. കേരജം അത് എന്തിൻ്റെ പ്രൊഡക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, മാർക്കറ്റ് ഫെഡ്. മാർക്കറ്റ് ഫെഡിൻ്റെ പ്രൊഡക്റ്റാണ് കേരജം എന്ന് പറയുന്നത്. ഇനി കേര ഫെഡിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേര, കേരകേഷ്, കേര ഗോൾഡ്, അതെല്ലാം കേര ഫെഡിൻ്റെ പ്രൊഡക്റ്റുകളാണ്. മത്സ്യ ഫെഡിൻ്റെ ആണെങ്കിൽ ചിറ്റിനെ, ചിറ്റോസാൻ, ന്യൂട്രി ഫിഷ്, അതെല്ലാം മത്സ്യ ഫെഡിൻ്റെ പ്രൊഡക്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2024 ഓഗസ്റ്റ് 17 നടന്ന സെക്രട്ടറിയുടെ എക്സാമിന് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക്കേഷൻസും ഓരോ ഫെഡറേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷനും വന്ന വർഷങ്ങളും ഓരോ ഫെഡറേഷൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും പബ്ലിക്കേഷൻസും എന്താണെന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്